Hi everyone, welcome back to my channel. It's me Alan. Thank you so much for watching this video. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾ എൻ്റെ പേര് കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. എൻ്റെ ഗ്രാജുവേഷനാണ്, ആക്ച്വലി രണ്ടാമത്തെ ഗ്രാജുവേഷൻ. അപ്പോൾ എന്നെ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ആദ്യം 2017 അറൗണ്ട് ഓഗസ്റ്റിലാണ് കാനഡയിലെത്തുന്നത്. അത് എഡ്മണ്ടനിലായിരുന്നു. അവിടെ ഞാനൊരു 2 year പ്രോഗ്രാം ചെയ്തു. 2019 ഗ്രാജുവേഷൻ ഉണ്ടായിരുന്നു, ഇതേപോലെ മെയിൽ. അത് കഴിഞ്ഞ് കുറച്ച് നാൾ വർക്കൊക്കെ ചെയ്ത് PR ആയതിന് ശേഷം ഓൾമോസ്റ്റ് 1 വർഷം വർക്ക് ചെയ്തു. എന്നിട്ട് ഞാനിപ്പോൾ അതിൻ്റെ ക്രെഡിറ്റ്സ് ട്രാൻസ്ഫർ ചെയ്ത് നോവാസ്കോഷ്യയിൽ കേപ്പ് ബ്രിട്ടൻ എന്ന് പറഞ്ഞ യൂണിവേഴ്സിറ്റിയിൽ 2022 പഠിക്കാൻ വന്നു. ഇപ്പോൾ 2024 മെയ്. അപ്പോൾ ഞാൻ വീണ്ടും ഗ്രാജുവേറ്റ് ചെയ്യാണ്. ഇപ്പോൾ ഞാൻ ഗ്രാജുവേറ്റ് ചെയ്യുന്ന പ്രോഗ്രാം BET ഇലക്ട്രോണിക്സ് ആൻഡ് കൺട്രോൾസ്. എനിക്ക് പോയിട്ട് കുളിച്ച് റെഡി ആയിട്ടൊക്കെ വേണം പോകാനായിട്ട്. എൻ്റെ ഇപ്പുറത്ത് എൻ്റെ വേറെ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും, മെറിനും കൊച്ചും ചേട്ടനും ഉണ്ട്. മെറിനും എൻ്റെ കൂടെ ഗ്രാജുവേറ്റ് ചെയ്യാണ്, സെയിം പ്രോഗ്രാം. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടിയാണ് പോകുന്നത്. പിന്നെ അമ്മമ്മ ഉണ്ടാവും ഇവിടെ നിന്ന്. ഗ്രാജുവേഷൻ എന്തായാലും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ അതിന് മുമ്പായിട്ട് എനിക്ക് വേണ്ടിയിട്ട് ഒത്തിരി സാക്രിഫൈസും കാര്യങ്ങളും ഒക്കെ ചെയ്ത് എന്നെ ത്രൂ ഔട്ട് എൻ്റെ ലൈഫിൽ ഇതിനെ വരെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള എൻ്റെ അപ്പയ്ക്കും അമ്മയ്ക്കും എന്താ പറയുക, അതൊന്നും പറഞ്ഞ് ഇത് ചെയ്യേണ്ട കാര്യമില്ല. പക്ഷേ അവരെപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. എൻ്റെ അനിയൻ, അവനിപ്പോൾ എഡ്മണ്ടനിലാണ്. ഇവർ 3 ആളാണ് ഭയങ്കര ഇന്ന് വരെ എപ്പോഴും എൻ്റെ ലൈഫിൽ എന്തൊക്കെ മാറ്റങ്ങളുണ്ടായാലും കൂടെ നിന്ന് കണ്ടേക്കണതും അറിഞ്ഞേക്കണതൊക്കെ. അതുകൂടാതെ പിന്നെ എന്നിവിടെ എൻ്റെ എഡ്മണ്ടനിൽ എനിക്കറിയാവുന്ന ക്ലോസ് ആയിട്ടുള്ള ചേട്ടന്മാരും ചേച്ചിമാരും എല്ലാവരെയും ഞാൻ ഈ സമയത്ത് ശരിക്കും മിസ് ചെയ്യുന്നുണ്ട്. എന്താ പിന്നെ, അപ്പോൾ എനിക്ക് കൂടുതൽ പറയാനായിട്ട് ഞാൻ അങ്ങനെ പ്രിപ്പയർ ചെയ്യണമല്ല. എനിക്കിപ്പോൾ തോന്നണ ഞാൻ പറഞ്ഞ ആരെങ്കിലും മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഐ എം സോറി. അപ്പോൾ ഇവിടെ എനിക്ക് വരുമ്പോൾ ഭയങ്കര ഒരു എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു, അതായത് കേപ്പ് ബ്രിട്ടനിലേക്ക് വരുമ്പോൾ. പക്ഷേ വന്നു കഴിഞ്ഞപ്പോൾ ആ ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നില്ല. കാരണം എൻ്റെ കയ്യിൽ ഡിഫറെൻറ്റ് സ്ഥലം, ആ ഒരു സിറ്റുവേഷനൊക്കെ മാറിയപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഒരു ഷോക്കായിരുന്നു. അതുകൊണ്ട് ഞാൻ തിരിച്ച് എഡ്മണ്ടൻ തന്നെ പോയാലോ എന്ന് വരെ ആലോചിച്ച ദിവസങ്ങളുണ്ടായിരുന്നു തുടക്കത്തിൽ. പക്ഷെ അതിൽ നിന്നൊക്കെ മാറി ഇവിടെ നല്ല ആൾക്കാരെ എനിക്ക് പരിചയപ്പെടാൻ പറ്റി. നല്ല എക്സ്പീരിയൻസ്, അല്ലെങ്കിൽ ഒത്തിരി നല്ല മെമ്മറീസ് എനിക്ക് ഉണ്ടാക്കാൻ പറ്റി. ഐ ആം സോ ഹാപ്പി. ഞാൻ ഭയങ്കര ലക്കി ആയിട്ടാണ് ഞാനത് കാണുന്നത്. അപ്പോൾ ഇനി കേപ്പ് ബ്രിട്ടൻ യൂണിവേഴ്സിറ്റിയിലേക്ക് അല്ലെങ്കിൽ ഈ സ്ഥലത്തേക്ക് വരാനായിട്ട് ആഗ്രഹിക്കുന്ന നോക്കുന്ന പിള്ളേർ, ഞാൻ അവർക്ക് വേണ്ടി പറയണേ, ഇതൊരു ഭയങ്കര എളുപ്പമുള്ളൊരു ജേണി ആയിരിക്കില്ല. ഒത്തിരി ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും ഒക്കെ ഉണ്ടാവും. ഒത്തിരി ചെറിയ സങ്കടങ്ങളും ഒത്തിരി സന്തോഷങ്ങളും ഒക്കെ ആയിട്ടുള്ളൊരു ജേണി ആയിരിക്കും. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും അതിന് ശേഷം ഒരു ഹാപ്പി എൻഡിങ് ആയിട്ട് മാറും എന്ന ഒരു വിശ്വാസത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് പോവുക. നമ്മുടെ ലൈഫിൽ എല്ലാം എപ്പോഴും സെയിം ആയിരിക്കില്ല. ഈവൻ ഫാമിലി, ഫ്രണ്ട്സ്, നമ്മൾ കാണുന്ന ആൾക്കാർ, അങ്ങനെ എല്ലാ കാര്യങ്ങളും ചിലപ്പോൾ മാറിയെന്ന് വരും. എന്നാൽ എന്തൊക്കെ മാറിയെന്ന് പറഞ്ഞാലും നമ്മൾ ഒത്തിരി നമ്മൾ തന്നെ സ്വയം മാറിപ്പോവാതെ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് അച്ചീവ് ചെയ്യാനും അതൊരു ഫോക്കസായിട്ട് പോകാനൊക്കെ പറ്റുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. എനിക്കറിഞ്ഞൂടെ എവിടുത്തെ ഫിലോസഫിയാണ്. അപ്പോൾ എന്തായാലും ഞാൻ ഗ്രാജുവേഷൻ ഇതിന് വേണ്ടിയിട്ട്, സെറിമണിക്ക് വേണ്ടിയിട്ട് ഡ്രസ്സ് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമ്മൾ വൈകാതെ തന്നെ ഇറങ്ങുന്നതായിരിക്കും. സ്റ്റേ ട്യൂൺഡ്. ഇവിടെ നമ്മളിപ്പോൾ എല്ലാവരും പേരൊക്കെ അനുസരിച്ച് ലൈനായിട്ട് നിൽക്കാൻ പോവാണ്. എന്നിട്ട് പിന്നെ അതിൻ്റെ അപ്പുറത്താണ് ഗ്രാജുവേഷൻ സെറിമണിയുടെ ഹാള്.
Alan Kursingal Rajan. Prince Will Chimazim Onyechere. Bachelor of Engineering Technology, Chimazim Onyechere. Marin Papachan. Foreign Divesh Patel. John Shen. Diploma of Engineering. ഗൈസ്, അപ്പോൾ നമ്മുടെ ഗ്രാജുവേഷൻ സെറിമണി കഴിഞ്ഞ് നമ്മൾ ഗൗൺ തിരിച്ചു കൊടുത്ത് ഇപ്പോൾ യൂണിവേഴ്സിറ്റിയുടെ അവിടെ കുറച്ച് ഫോട്ടോസ് എടുക്കാനായിട്ട് പോവാണ്. എൻ്റെ ഔട്ട്ഫിറ്റ് till I get up. Time is barely on our side. I don't wanna waste what's left. The storms we chase are leading us, and love is all we'll ever trust. Yeah, no, I don't wanna waste what's left. And on we'll go, through the wastelands, through the highways, till my shadow turns to sun rays. And on we'll go, through the wastelands, through the highways. And on we'll go. അപ്പോൾ നമുക്ക് ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ട് ഇവിടെ യൂണിവേഴ്സിറ്റി തന്നെ ചെറിയൊരു സ്നാക്കും ഫുഡൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. കുറച്ച് വെജീസ്, ക്യാരറ്റ്സ് വെജീസാണ്. പിന്നെ ഇത് പീറ്റ ബ്രെഡ് പോലത്തത്, ഹമ്മസ്, പിന്നെ വെജിറ്റബിളിന് വേണ്ടിയുള്ള ഒരു ഡിപ്പിംഗ് ഉണ്ടായിരുന്നു. പിന്നെ അവിടെ സാൻഡ്വിച്ചസ് ഉണ്ട് ഒത്തിരി. ഇതൊക്കെ എന്താണെന്നൊരു ഐഡിയ ഇല്ല. ഗൈസ്, അപ്പോൾ ഞാൻ എൻ്റെ ഗ്രാജുവേഷൻ പാർട്ടി കാര്യങ്ങൾ എല്ലാം കഴിഞ്ഞു. അത് പാർട്ടിയല്ല, ജസ്റ്റ് കോളേജിൽ പോയി ഒത്തിരി ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് എല്ലാവരുമായിട്ടും അപ്പോൾ സന്തോഷമായിട്ട് കാര്യങ്ങളൊക്കെ ഏകദേശം അവസാനിക്കുകയാണ്. ഞങ്ങളപ്പോൾ കുറച്ചും കൂടി ഫോട്ടോസ് എടുക്കാനായിട്ട് ഇവിടെ സിഡ്നിയിൽ ഫിഡിലിൽ വന്നേക്കാണ്. വ്യൂവാ അവിടെ കടലാണ്. കടലിലേക്ക് ഇങ്ങനെ ലാൻഡ് കയറി കിടക്കുന്ന ഒരു സ്ഥലം പോലെ അവിടെ കപ്പൽ വരുന്ന ഇതുണ്ട്. അപ്പോൾ നല്ലൊരു വ്യൂവും അവിടെ പോയിട്ട് കുറച്ച് ഫോട്ടോസ് എടുക്കാമെന്നുള്ളൊരു പ്ലാനിങ്ങിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്.
ഷാനെ ഗ്രാജുവേറ്റ് ചെയ്തിട്ട് എന്താ എനിക്ക് പറയാനുള്ളത്? ഇനിയും പഠിക്കണം. അല്ല ഞാനല്ല നിന്നോടല്ലേ പറയണ്ടേ, ഇനി നീ കുറച്ചുകൂടെ തന്നാവണം. നിന്റെ മോശ സ്വഭാവങ്ങളെല്ലാം നീ മാറ്റണം. എന്ത് പറയണം നിന്നോ? എന്താ ജനറലി ആണോ നിനക്ക് എന്താ ഫീൽ ചെയ്യണം? അല്ലെങ്കിൽ വരാനിരിക്കുന്ന ആൾക്കാരോട് എന്തെങ്കിലും മെസ്സേജ്? ഇവനെ പോലെ വഴി തെറ്റി പോകാണ്ട് പഠിത്തത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് പാസ്സാവാൻ നോക്കാം. അതൊക്കെ തന്നെ. സൺസെറ്റ്, സിഡ്നിയിലെ സൺസെറ്റ് ശരിക്കും മിസ് ചെയ്യും. അപ്പോൾ ഗ്രാജുവേഷൻ്റെ ഇടയിൽ ഒത്തിരി ഒന്നും എടുക്കാൻ പറ്റിയില്ലെങ്കിലും അത്രേ ഉള്ളൂ പറയാനായിട്ട്. അടിപൊളിയായിരുന്നു, ഒത്തിരി സന്തോഷമായി. എല്ലാവരും കണ്ടു, പ്രൊഫസേഴ്സിനെയൊക്കെ കണ്ടു, എല്ലാവരും നല്ല രീതിയിൽ സംസാരിച്ച് സപ്പോർട്ട് ചെയ്തു. എനിക്ക് ഇനി വരാനുള്ള പിള്ളേർക്ക് ഇതെടുത്ത് പറയാനുള്ള കുറേ ബുദ്ധിമുട്ടുകളിൽ കൂടെ പോയാലും അവസാനം നമ്മൾ ഈ ഒരു ഗ്രാജുവേഷൻ അങ്ങനത്തെ ഒരു ഇതിനകത്ത് ആ ഒരു എൻജോയ് ചെയ്യണ, അതോടുകൂടി മറക്കാൻ പറ്റാവുന്ന കുറേ ബുദ്ധിമുട്ടുകളേ ഉള്ളൂ ഇവിടെ. സോ നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്യുക, മാക്സിമം ട്രൈ ചെയ്യുക. ചിലപ്പോൾ എൻ്റെ ഡെയിലി ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ കൊണ്ട് നമ്മൾ പതറി പോകാനായിട്ട് അല്ലെങ്കിൽ അങ്ങനത്തെ സിറ്റുവേഷൻസൊക്കെ വരും. പക്ഷേ എന്നാലും ഡോണ്ട് ഗീവ് അപ്പ്. മാക്സിമം നമ്മുടെ എഫേർട്ട് കൊടുത്ത് ചെയ്ത് കഴിഞ്ഞാൽ നടക്കാത്തതായിട്ടൊന്നുമില്ല എന്നാണ് അറിയാലോ. സോ ഞാനായിട്ട് പറയുന്നത്. അപ്പോൾ എന്തായാലും ഇനി വരാനിരിക്കുന്നവർക്ക് ഓൾ ദ ബെസ്റ്റ്. ഈ വർഷം 2024 സ്പ്രിങ്ങിൽ ഗ്രാജുവേറ്റ് ചെയ്യുന്ന എല്ലാവർക്കും എൻ്റെ ബെസ്റ്റ് വിഷസ് ആൻഡ് ഓൾ ദ ബെസ്റ്റ് ഫോർ ദ ഫ്യൂച്ചർ. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇതോടുകൂടി തീരാണ്. അപ്പോൾ അങ്ങനെ രണ്ടാമത്തെ ഗ്രാജുവേഷൻ എൻ്റെ ഇവിടെ തീർന്നു. ഇനി ഒത്തിരി പുതിയ കാര്യങ്ങൾ നടക്കാനിരിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോസ് ഇടണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. അപ്പോൾ അധികം വൈകാതെ തന്നെ വേറെ വീഡിയോ ഇടാൻ എനിക്ക് പറ്റട്ടെ എന്ന് ഞാൻ തന്നെ എന്നോട് ആശംസിക്കുന്നു. സോ ടിൽ നെക്സ്റ്റ് വീഡിയോ, ടേക്ക് കെയർ, ബൈ, ലവ് യു ഓൾ.